ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ 8ാം മാസത്തെ ചെക്കപ്പാണ്. ഇന്ന് സെപ്റ്റംബർ 9. 8ാം മാസത്തെ ചെക്കപ്പ് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തോടു കൂടി പോകാം കേട്ടോ. 9 മണിക്ക് തന്നെ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 9:30 ഇറങ്ങിയിട്ട് നമ്മൾ ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. ഇപ്പോൾ തൃശ്ശൂർക്ക് പോണ ടൈമാണ്. നമുക്ക് അമലയിലേക്ക് പോകാനായിട്ട് 1 മണിക്കൂർ വേണം നമ്മുടെ വീട്ടിൽ നിന്ന്. സാധാരണ നമുക്ക് അരമണിക്കൂർ കൊണ്ട് അമല എത്തും. പക്ഷെ ഇപ്പോഴത്തെ കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ആയ കാരണം നമുക്ക് നല്ല ലേറ്റായിട്ടാണ് നമ്മൾ അവിടെ എത്തണത്. കഴിഞ്ഞ പ്രാവശ്യം 9:30 പോയിട്ട് എത്തിയത് 10:30 ആവാറായിട്ടുണ്ട് എത്തുമ്പോൾ, അവിടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു നേരത്തോടു കൂടി പോവാം, നേരത്തോടെ പോയിട്ട് നേരത്തോടു കൂടി വരാമല്ലോ എന്ന് വെച്ചിട്ട് നേരത്തെ പോവാം, 9 മണിക്ക് തന്നെ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാലത്തൊരു 8 മണിയോട് കൂടി എണീറ്റു കേട്ടോ. അത്ര നേരത്തെ തന്നെ എണീറ്റുള്ളൂ, അതിനും കൂടുതൽ നേരത്തെ. കാരണം ഇപ്പോൾ എനിക്ക് കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണേ 2 ദിവസമായിട്ട് കോൾഡ് ഉണ്ട്. പനിക്കണില്ല, ചെറിയൊരു ജലദോഷവും മൂക്കുന്ന വരവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ പനിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയില്ല കേട്ടോ. ശനിയാഴ്ച കാലത്ത് എണീക്കുമ്പോൾ നല്ല ജലദോഷമാണ് കേട്ടോ. പനിക്കണില്ല, അതുകൊണ്ട് തന്നെ ഒരു സമാധാനം. ജലദോഷം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റു കേട്ടോ. 8 മണിയാകുമ്പോൾ എണീറ്റിട്ട് പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കട്ടൻ ചായ തീരെ പറ്റില്ല. പനി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വായ കഴിക്കുകയാണെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലും എനിക്ക് പാൽ ചായ തന്നെ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കഴിക്കണത് കട്ടൻ കാപ്പിയാണ്. അപ്പോൾ എണീറ്റ് പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായയും അതുപോലെ തന്നെ റസ്ക്കാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാലത്ത് എണീറ്റിട്ട്. അപ്പോൾ ഞാനൊരു 4-5 റസ്ക് കഴിച്ചു കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തല നനച്ചിട്ടില്ല കേട്ടോ. തല നനച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് മേല് മാത്രം കഴുകി, എല്ലാത്തരം കഴുകിയിട്ട് പിന്നെ ഞാൻ ഈ ഒതുക്കിയതെന്ന് പറയുന്നത് നമ്മുടെ ഫയൽസാണ് കേട്ടോ. ഫയൽസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, മറ്റേ ടോക്കണും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ അതിൽ പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്, തിളപ്പിച്ചാറിയ വെള്ളം. അതപ്പോൾ കുടിക്കണത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ തുളസി ഇതിട്ടിട്ടുള്ള വെള്ളം, തുളസി വെള്ളം, തിളപ്പിച്ച വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവി പിടിക്കുന്നുണ്ട്. പിന്നെ ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഇങ്ങനെ പനി മാറണം അല്ലെങ്കിൽ ജലദോഷം മാറണം ഓരോരോ കാര്യങ്ങളാണ് ചെയ്യണത്. മരുന്നൊക്കെ ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് മരുന്നൊക്കെ എന്താ പറയുക, മരുന്ന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകളാണ് ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പം ഞാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാതും നോക്കി. ഇനിയിപ്പോൾ ആ നേരത്ത് ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ടോക്കണാണ് നമുക്ക് മസ്റ്റ്. ടോക്കൺ ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വരാം കേട്ടോ. തലേദിവസം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്കുള്ളത് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരുള്ളൂ. അപ്പോൾ നമുക്ക് ടോക്കൺ എത്ര നമ്പർ കിട്ടിയിട്ടുള്ളത് 6 ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ നടക്കണത് മുടി കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. മുടിക്ക് ഈ തല കുളിക്കാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുടി കെട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അമ്മോട് ബാക്കിൽ ഈരാനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ മുടിയൊക്കെ കെട്ടണത് കേട്ടോ. അപ്പോൾ സാധാരണ ഇപ്പോൾ എണ്ണയൊന്നും തൊടാൻ പറ്റാത്ത കാരണം എങ്ങനെയൊക്കെയോ മുടി കെട്ടിയിട്ടാണ്. മൊത്തം ഒരു ക്ഷീണമാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ 9 മണിക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു 8:30 ആകുമ്പോഴേക്കും ഞാൻ മാറി തുടങ്ങി കേട്ടോ. എനിക്കിങ്ങനെ അപ്പം ഞാൻ കാലത്ത് തന്നെ ആവി പിടിച്ചു. കാലത്ത് കുറച്ച് നേരം ഒരു ആവി പിടിച്ചു, ഒരു 10-15 മിനിറ്റ് നേരം. 8 മണിക്കാണ് എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് എല്ലാതും ചെയ്യാനൊന്നും നേരമില്ല. അപ്പോൾ കാലത്ത് തന്നെ കുറച്ച് നേരം ആവി പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുളസിയുടെ വെള്ളം, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ തുളസിയുടെ വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് കഴിക്കാനുണ്ട്, നമ്മുടെ കാൽസ്യത്തിൻ്റെ ഗുളികയുണ്ട് കാലത്ത്, അതും കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ വേറെ നമുക്ക് മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് മുടി കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രസ്സ് മാറി മുടി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അമ്മോട് ചോദിക്കുമോ തലയിൽ എണ്ണയൊന്നും ഇല്ലല്ലോ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്, മുടി കെട്ടാൻ ഒരു സുഖമില്ല.
വേഗം ചെയ്തുകൂടെ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ജോയേട്ടൻ വന്നു കേട്ടോ. കറക്റ്റ് ടൈമിന് തന്നെ വരും, അത്ര ലേറ്റ് ആക്കാറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 9 മണിയാകുമ്പോൾ ഇറങ്ങി കേട്ടോ. 9 മണിയാകുമ്പോൾ ഇറങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പോകുമ്പം. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും നല്ല മഴയായിട്ടോ. അമലയല്ല, അതിന് മുമ്പായിട്ടാണ് മുണ്ടൂർ കഴിയുമ്പോഴേക്കും നല്ല സൂപ്പർ പെരുമഴയായിട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയത് തന്നെ നല്ല മഴക്കോള് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. ഈ മഴയത്ത് ഇവർ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. റോഡ് മറ്റേ എന്നാൽ അവർ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, കുണ്ടിൽ മാത്രം ടാറിട്ടിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു 9:45 കൂടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് ടോക്കൺ ക്യാഷ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭയങ്കര തിരക്ക് കുറവായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ. ഇനി തിങ്കളാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ടോക്കൺ എന്താ പറയുക, ഞാനിവിടെ നമ്മുടെ ഫയൽസും മറ്റേ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിച്ച് നോക്കുന്നുണ്ട്. അമ്മ അവിടെ ടോക്കണിൻ്റെ ക്യാഷ് ആക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് BP അതുപോലെ തന്നെ വെയിറ്റ് നോക്കാനാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയത് മറ്റേ BP അതുപോലെ തന്നെ വെയിറ്റും ചെക്ക്. അപ്പോൾ BP 115 അതുപോലെ തന്നെ വെയിറ്റ് 58, 2 കിലോന് കൂടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഡോക്ടർ കോൾഡായ കാരണം ഒരു മരുന്ന് എഴുതുന്നുണ്ട്, പാരസെറ്റമോൾ കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും അല്ല, പാരസെറ്റമോൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ മറ്റേ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാനിങ്ങിൻ്റെ അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ നമ്മുടെ ഫാർമസിയിൽ പോയിട്ട് മരുന്ന് മേടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ടോക്കൺ വിളിച്ചിട്ട് കൗണ്ടർ നമ്പർ പറയും. അപ്പോൾ നമ്മുടെ 154 ടോക്കൺ. കൗണ്ടർ നമ്പർ 1 അല്ല, അവർ ആ സമയത്ത് പറയുന്നുണ്ട് ചെയ്തതെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ 154 അപ്പം ഞാനവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അമ്മ പോയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ക്ഷീണമായി തുടങ്ങി കേട്ടോ. കോൾഡായ കാരണമാണ്, അല്ലെങ്കിൽ ഇത്ര കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മറ്റേ മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ സ്കാനിങ്ങിന് ബുക്ക് ചെയ്തു. പിന്നെ അടുത്ത പ്രാവശ്യം വരുന്നതിനുള്ള ഡോക്ടറെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ജോയേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നല്ലതായിട്ട് വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്താ വേണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് വേണ്ട, ലൈറ്റായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു പരിപ്പ് വടിയും അതുപോലെ തന്നെ ഒരു ബോണ്ട ഇത് രണ്ടെണ്ണം ചായ ഒന്നും മേടിച്ചില്ല. പക്ഷേ ബോണ്ടയും പരിപ്പ് വടിയും മാത്രം. ചൂടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ജോയേട്ടനൊക്കെ വന്നു കേട്ടോ. ജോയേട്ടൻ വന്നിട്ട് പിന്നെ ഞങ്ങൾ അമലയുടെ അവിടെ കരിക്ക് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി കരിക്ക് കുടിച്ചിട്ട്. ഇതൊന്നും ഞാൻ ഈ പ്രഗ്നൻ്റ് ആയ ആ ഒരു അവസരത്തിൽ, ഫസ്റ്റത്തെ ആ ഒരു അവസരത്തിൽ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ എനിക്ക് 5 മാസം ആവണ ടൈം വരെ ഞാൻ കരിക്ക് കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പിന്നെയാണ് കരിക്ക് കുടിക്കലൊക്കെ നിന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ജോയേട്ടനോട് പറഞ്ഞു എനിക്ക് ഒരു 3 കരിക്ക് മേടിക്കുന്നു. അങ്ങനെ കരിക്ക് ഒരു 3 മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോണത് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2-3 ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി ഇതേ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയും വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വരുമ്പോഴേക്കും. യാത്ര ചെയ്ത് ഇപ്പം ഒന്നാമത്തേൽ പ്രഗ്നൻ്റ്, അല്ലാണ്ട് ഇപ്പോൾ കോൾഡും കാര്യങ്ങളും കിട്ടിയ കാരണം യാത്ര ചെയ്യുമ്പോൾ ഒന്നും കൂടി ഞാൻ ക്ഷീണിക്കുക ചെയ്യണം. അപ്പോൾ എനിക്ക് വന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സൗണ്ടായാലും കുറച്ച് പോയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ വന്ന് വേഗം ആവിയൊക്കെ ഒന്ന് പിടിച്ചു. ഭയങ്കര ഒരു ക്ഷീണം പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്നു, ആവി പിടിച്ച് കുറച്ച് തുളസിയുടെ ഇല പൊട്ടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് ബാക്കി പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ആട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം അമ്മ വേഗം, ഞാനല്ല കേട്ടോ, അമ്മയാണ് ചെയ്തു തരുന്നത്. അമ്മ ഇപ്പം ഇന്ന് ലീവ് എടുത്തു.
നാളെ തൊട്ട് പോവും. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ചു. നല്ല വിശന്നിട്ടാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം കാലത്ത് ഞാൻ ചായയും പിന്നെ അതുപോലെ തന്നെ റസ്ക്കാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഒരു മറ്റേ പരിപ്പ് വട കഴിച്ചു. അതിലാണ് അത്ര നേരം നിന്നത് കേട്ടോ. കഴിഞ്ഞ് വന്നു. അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അത് 9ാം മാസത്തെ സ്കാനിങ് കേട്ടോ. ആ ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അല്ലാണ്ട് പിന്നെ ഷുഗർ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും 2 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ എവിടെയെങ്കിലും ചെയ്താൽ മതി, അങ്ങോട്ട് വന്ന് ചെയ്യേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഷുഗർ ടെസ്റ്റിന് ഞാൻ അമലയിൽ പോയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യണ്ട, ഇവിടെ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും പറഞ്ഞു. പിന്നെ കോൾഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കോൾഡ് ചെറുതായിട്ടുണ്ട്. ആൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ. കോൾഡ് ഉണ്ടോ ചോദിച്ചു എന്നോട് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടുണ്ട്, പനിക്കണില്ല, പക്ഷെ മൂക്കുന്ന് ഇങ്ങനെ വരവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ചുമയായാലും അങ്ങനെ വലിയ ചുമയൊന്നുമില്ല, എന്നാലും ഇടയ്ക്കുന്നു തലയ്ക്കൊന്നും ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമല്ല, ഇതുപോലെ TT എടുത്ത സമയത്ത് എനിക്കൊരു ഇത് തന്നിട്ടുണ്ട്, പാരസെറ്റമോൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് TT എടുത്ത സമയത്ത് അവർ പറഞ്ഞു പനിക്കുണ്ടെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പനിക്കുണ്ടെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ഗുളിക ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ച കാര്യം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ തീരെ വയ്യാണ്ടായപ്പോൾ ഞാനത് 2 എടുത്ത് കഴിച്ചുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, തീരെ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക, രാത്രി കിടക്കണ നേരത്ത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പാരസെറ്റമോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഇതുപോലെ ഓരോ പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെന്താ ഡോക്ടർ പറഞ്ഞേ, 3 ആഴ്ച കഴിഞ്ഞ് സ്കാനിങ് ഉണ്ട്, അത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടായിട്ട് വന്നോളൂ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്താ പറയുക വേദനയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നേരെ ലേബർ റൂമിലേക്ക് നോക്കിക്കോളാം. വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തീരെ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പനിക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായി പനിക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കരുത്, നേരെ കാണിക്കാൻ വന്നോളോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പോയി വരുമ്പോഴേക്കും ക്ഷീണിച്ചു, വയ്യാണ്ടായി. യാത്ര ചെയ്താൽ തന്നെ എനിക്കിപ്പോൾ കുറച്ച് നേരം ദൂരം യാത്ര ചെയ്താൽ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അപ്പോൾ അത് വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എനിക്കങ്ങനെ വലിയ കുഴപ്പമില്ല, പക്ഷെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ മുഖത്ത് വരാം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.